ദൈവം ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ ചിന്തയ്ക്കും കണക്കുകൂട്ടലിനും അപ്പുറത്താണ്. ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുമ്പോൾ, ഒന്നിനു പിറകെ ഒന്നായി പരാജയത്തിനായിട്ട് നമ്മൾ വിധിക്കപ്പെടുമ്പോൾ, എത്ര കഴിവ് ഉപയോഗിച്ചിട്ടും മികവ് ഉണ്ടായിട്ടും ഒന്നിനും ജയം തരാൻ കഴിയാത്ത നിലകളിൽ നാം വല്ലാതെ ഭാരപ്പെടുമ്പോൾ, എത്രയോ സമയങ്ങളിൽ സർവശക്തനായ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് കേട്ടോ. പ്രതികൂലം മുന്നിൽ കണ്ടുകൊണ്ട് പതറരുത്. ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതികൂലം ജീവിതത്തിൽ ഒരിക്കലും ഇനി എന്നെ മുന്നോട്ട് വിടത്തില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. ഏത് സാഹചര്യത്തിലും നിങ്ങളെ സഹായിപ്പാൻ കർത്താവിന് കഴിയും. അല്ല, മരണത്തെ പോലും മാറ്റാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഒട്ടും പേടിക്കണ്ട. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തിൽ നിന്നും വലിയവ പ്രതീക്ഷിക്കുക. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. കർത്താവ് ഇവിടെ നമ്മോടൊപ്പമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് മനുഷ്യവേഷമെടുത്ത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന കർത്താവ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചത്? വേറെ ഏതെങ്കിലും നിലയിൽ കർത്താവിന് ലോകത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? മനുഷ്യൻ പാപിയാണെന്നും ആ പാപത്തിന്റെ അനന്തരഫലമായ മരണം അവനെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നുവെന്നും ഒരു ന്യായവിധി ഉണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ മാനവരാശിയെ ബോധ്യപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ കടമയായിരുന്നു. മനുഷ്യന്റെ അടുക്കൽ മനുഷ്യനായിട്ട് വന്നു തന്നെ വേണം സംസാരിക്കേണ്ടത്. മനുഷ്യനായിട്ട് വന്നു തന്നെ വേണം അവരെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നോക്കൂ, കുറെ ഉറുമ്പുകൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കുറച്ച് വിഷം വിതറിയിട്ടുണ്ട് എന്ന് വിചാരിക്കൂ. അതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. മണമുണ്ടെങ്കിൽ അതിന്റെ ഗന്ധം കൊണ്ട് ഉറുമ്പ് ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് അത് വിഷമാണ്. ഉറുമ്പ് അതിലെ പോയാൽ അതെല്ലാം ചത്തുപോകും. നമ്മൾ അവിടെ നിന്ന് വിളിച്ചു പറയൂ, ഉറുമ്പെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അത് വിഷമാണ്, അതിന്റെ മുകളിൽ കൂടി പോയാൽ നിങ്ങൾ ചത്തുപോകും. ഒരു ഉറുമ്പിന് പോലും കാര്യം മനസ്സിലാകില്ല. എന്നാൽ അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉറുമ്പിന് മാത്രമേ കഴിയൂ. എന്നതുപോലെയാണ് കർത്താവ് മനുഷ്യനായി വന്നെങ്കിൽ മാത്രമേ നമ്മോട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിയുള്ളൂ. അങ്ങനെ കർത്താവ് ഈ ലോകത്തിൽ വന്ന് തന്റെ 33.5 തിരുവയസ്സ് പൂർത്തിയാക്കും വരെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും മാനവരാശിക്ക് വേണ്ടി ചെയ്തു. വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങൾ തന്റെ മുഴുവൻ അത്ഭുതങ്ങളും എഴുതി ചേർക്കണമെങ്കിൽ ലോകത്തിലുള്ള ഒരു പുസ്തകത്തിനും കഴിയില്ല. അത്രമാത്രം ധാരാളം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എണ്ണമറ്റ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് തന്റെ ശുശ്രൂഷ കാലയളവിൽ പൊയ്ക്കൊണ്ടിരുന്ന വഴികളിൽ ഒന്നിൽ എതിർപ്പെട്ടത് വലിയ കരച്ചിലും വിലാപവും മുഴക്കുന്ന ഒരു സംഘത്തെയാണ്. എന്ന ആ പട്ടണത്തിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ പ്പെടുന്നത് ഈ കരച്ചിലാണ്, മുറവിളിയാണ്. സാധാരണ ഒരു മരണം നടന്നാൽ ആ മരണത്തിന്റെ ഏറ്റവും കൂടുതൽ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത്. എങ്കിലും പല ആളുകളും കരയുക തന്നെ ചെയ്യുമെന്നുള്ളത് സത്യമായിട്ട് നമുക്കറിയുന്ന കാര്യമല്ലേ. ഇവിടെ ഇതാ ഒരു വലിയ പുരുഷാരം ഒരു ശവമഞ്ചവും ചുമന്നുകൊണ്ടുവരുന്നു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ കരയുന്നുണ്ടാവും. സ്ത്രീകൾ ഉൾപ്പെടെ അനേകർ കരയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കരച്ചിൽ മാത്രം കർത്താവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ സ്ത്രീയുടെ മകനാണ് ഈ മരിച്ചിരിക്കുന്നത്. അവൾ വിധവയുമാണ്. അവരുടെ ആകെയുള്ള ആശ്രയമായിരുന്നു ഈ മകൻ. തീർച്ചയായിട്ടും അവരുടെ കരച്ചിൽ പോലെ ആ കൂട്ടത്തിൽ ആരും കരയുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിൽ ചിലരെങ്കിലും പറയില്ലേ, എന്റെ കുടുംബത്തിൽ ആർക്കും ഇത്ര അധികം ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ സമപ്രായക്കാർ, എന്റെ സ്നേഹിതർ, അവരൊക്കെ എത്രയോ സുഖമായിട്ട് കഴിയുമ്പോൾ ഞാൻ ഒരാൾ മാത്രം ഇത്രയും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്നെ സഹായിപ്പാൻ ദൈവത്തിന് പോലും കഴിയില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ചിലരെങ്കിലും? നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുഃഖം നിങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്നേഹിതരുടെ കൂട്ടത്തിലുള്ള എല്ലാവരേക്കാൾ കൂടുതൽ സങ്കടം നിങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും യേശു ഇന്ന് നിങ്ങളുടെ കരച്ചിലിന് പരിഹാരം വരുത്തും. നിങ്ങളുടെ കണ്ണീർ ഇന്ന് തന്നെ കർത്താവ് തുടയ്ക്കുക തന്നെ ചെയ്യുമെന്നത് ഉറപ്പാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത്രയും ആളുകൾ വരുന്ന കൂട്ടത്തിൽ ആ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. വേറെ പലരുമുണ്ട് അവിടെ. അവരെ ആരെയും കണ്ടല്ല മനസ്സലിഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ട ഇവരെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവരോട് പറയുകയാണ്, സ്ത്രീയെ നീ കരയണ്ട. നോക്കൂ, നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് കണ്ടു എന്നുറപ്പുണ്ടെങ്കിൽ
ഇന്ന് തന്നെ കരച്ചിലിന് അന്ത്യം കുറിക്കാതെ കർത്താവ് പോകില്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ നിന്നും താഴോട്ട് വായിക്കുമ്പോൾ യേശു ആ ശവമഞ്ചം തൊട്ടു, ശവപ്പെട്ടിക്കകത്ത് ജീവൻ വെച്ചു, ആ ബാല്യക്കാരൻ ജീവനോട് എഴുന്നേറ്റു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം. കർത്താവിനത് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടക്കാർക്കും സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും ഭാരമേറിയ സങ്കടകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഇത് ശ്രവിക്കുന്നെങ്കിൽ അവരോട് കരുണ തോന്നണം, മനസ്സലിയണം. അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി അവരെ പിന്നെയും സന്തോഷത്തിലേക്ക് അങ്ങ് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.